എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു എപ്പിസോഡാണ്. ഏകദേശം റൂട്ട് മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ച് പിടിച്ചോ. What is happening, bro? Uncyclable. I hang myself. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എടാ ചളി അടിക്കണ ഇതില്ലേ, അതിൽ എനിക്ക് ട്രെയിനിങ് തരും. അപ്പൊ കാണാൻ താല്പര്യമില്ല. ഇപ്പൊ അമ്മ പറയാണ്, ഞാൻ നിന്നെ ഒരു സിനിമ കാണാം. ഏത് സിനിമ ഇട്ട് കാണിച്ചു കൊടുക്കും? അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയൂ, എന്താണ് ചോദിക്കാനുള്ളത് എന്റെ അടുത്ത്? ഒരു പടത്തിൽ ഒരുമിച്ച് ചെയ്യാം. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ? ഫീസ് തരാം കാര്യമായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു പേർളി മാനി ഷോ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഒരു കളർഫുൾ സാരി. നമ്മുടെ വിമൻ ഓഡിയൻസ് ആണല്ലോ നമുക്ക് കൂടുതലുള്ളത്. ബിക്കോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സാരി എടുത്തത്. എങ്ങനെയുണ്ട്? നല്ലല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു എപ്പിസോഡാണ്. ആരത്? എക്സ്ക്യൂസ് മീ, അവർ എത്തിയെന്ന് തോന്നി. ഞാൻ ഒന്ന് പോയി ഡോർ തുറക്കട്ടെ. ഈ ഹീറോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് പെപ്പെ. വലിച്ചു പിടിച്ചിരുന്നല്ലേ? സോറി. ഹായ് പെപ്പെ. വണക്കം. ഇപ്പൊ ഇത്ര നേരം പുറത്ത് കണ്ടേയില്ല. കണ്ടില്ല. ലൈവായിട്ട് കാണുന്ന. ഇതാണ് നമ്മുടെ ഇന്നത്തെ. ഞാൻ പറയായിരുന്നു പെപ്പെ ഒന്ന് ഇരുത്തി സംസാരിക്കണം. അതിദേവോ ബാബാ. അപ്പൊ പെപ്പെ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? വളരെ നല്ല വിശേഷം. രണ്ടാമത് നമ്മുടെ എല്ലാവരുടെയും സിറപ്പെട്ട പരമ്പരയിൽ വരുന്ന അതെന്താന്ന് വെച്ചാല്, രണ്ടാമത്തെ ആള് ടെറസ് വഴിയാണ് വരുന്നത്. പാർക്കറൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അപ്പുറത്തെ ടെറസിൽ മാറി കയറിയിട്ട് ഇപ്പുറത്തെ ടെറസില് എക്സ്ക്യൂസ് മീ, ജനൽ വഴി. എക്സ്ക്യൂസ് മീ. ഹായ് ഡാൻസിംഗ് ഷബീർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഷബീർ, ഡാൻസിംഗ് റോസ് ഷബീർ നമ്മുടെ സിറപ്പെട്ട പരമ്പര ഒരു സിറപ്പാണ്, അമിതമാണ് ഒരു ആക്ടിങ് കാഴ്ചവെച്ച. ഉങ്ങളെ മാതിരി ഒരു ആക്ടർ കൂടെ നിக்கிறதுக்கு என்னோட கால் விரட்டி. ഇത്ര നേരം ബാക്കിൽ ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റ് മാറ്റില്ലടോ. ഇദ്ദേഹം നമ്മുടെ പാർക്കർ ചെയ്യുന്നതല്ല, അതായത് കാർ പാർക്ക് ചെയ്യുന്നതല്ല. എന്താണ് പാർക്കർ? പറയൂ. മറ്റേ കറങ്ങിച്ചാട, തലവത്തി മറയാ, അതൊക്കെ അല്ലേ? പെപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സിനിമയിലൂടെ വന്നിട്ട് നമ്മുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയ ഒരു മനുഷ്യനാണത്. ആ താടി മുഴുവൻ ടാലന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ചേട്ടന് താടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കളിയാക്കിയതല്ല, ഇത് ഫുൾ നോളജ്. മാത്രമല്ല, എന്റെ മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, എന്റെ അമ്മാവ എപ്പോഴും പറയായിരുന്നു, മോളെ നീ വലുതാകുമ്പം ഈ മുടി മുറിക്കരുത്, ആ മുടിക്കകത്താണ് നിന്റെ എല്ലാം ഉള്ളതെന്ന്. ഓക്കെ, ഞാൻ ഇമോഷണലായി. അപ്പൊ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന മൂവിയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വില്ലനോട് പ്രണയം തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അത്ര ഒരു ഹാൻസം ഒരു വില്ലനാണ്. ആൻഡ് ആ ഡാൻസിങ് റോസിന് ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ എനിക്ക് ഞാൻ ശ്രീനിനെ അങ്ങനെ അടിക്കുക അല്ലല്ല. എന്താ വെച്ചാ ഇതേ ഡയലോഗ്. എടാ നിനക്ക് ഡയലോഗ് ഒന്ന് മാറ്റി. ഇവരൊക്കെ ആരാ ഇവര്? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് തുടങ്ങാം. Antony Varghese Pepe, promising young actor, a powerhouse of action. ദൈവം നമുക്ക് രണ്ട് കൈയും രണ്ട് കാലൊക്കെ തന്നേക്കുന്നേ. Dancing Rose Shabeer, an actor with evident dedication to his craft. Dancing Rose na yaadum theriyama na pesnikriya. Master of his performance. Let us welcome Pepe and Dancing Rose to Pearle Maaney Show. So once again, welcome to Pearle Maaney Show. എൻ്റെ മുമ്പിൽ ഇങ്ങനെ രണ്ട് സ്മാർട്ട്
handsome, talented action heroes, dancer ആണ് ഒരാള്. He's like a physically ഭയങ്കര ഒരു അടിപൊളി ഒരാളാണ്. And look at Pepe. Hey. Hey. എന്താടാ? എന്താടാ സൊല്ലുടാ. You സൊല്ലുടാ. നീ സൊല്ലു. Last time ബിരിയാണി അടിച്ചു മാറ്റിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ബിരിയാണി തരാതെ പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടാക്കി തന്നില്ലല്ലോ. അത് പ്രസവിക്കാൻ പോയടാ ഞാൻ അത് കഴിഞ്ഞിട്ട്. Because RDSൽ ലാസ്റ്റ് കാണുന്നത് ഞാൻ. Okay, അത് കഴിഞ്ഞിട്ട് we made biryani. Tell me guys, നമ്മൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയതുപോലെ ഉണ്ട്. നല്ല സാരി, നല്ല ഷർട്ട്, മുണ്ടൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നു. സോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഈ ലുക്കിൽ വന്നത്? അതോ പേർളി മാണി ഷോ ആയതുകൊണ്ട് കുറച്ചൊന്ന് ഫോർമൽ ആണ്. പിന്നെ ഓണക്കാണല്ലോ. വന്നോണം, നിന്നോണം, പൊക്കോണം എന്ന് പറയുന്നത് പോലെ. എന്നാ പൊക്കോ. ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, കുറച്ചു നേരം നിന്നോണം കേട്ടോ. ഇങ്ങനത്തെ ഏകദേശം റൂട്ട് മനസ്സിലായില്ലോ. അതിനനുസരിച്ച് പിടിച്ചോ. ഓക്കെ, പിടിച്ചോ. പുള്ളിക്കാരിലൂടെ നമ്മളൊരു ഷോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കോമഡി പടം ചെയ്യും. മനസ്സിലായോ? ഞാൻ അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരുടെ ഷോ പിടിക്കാൻ കൗണ്ടർ പറഞ്ഞു അവസാനം നമ്മൾ വലിയൊരു ആക്രയം മാറും. എന്താ ചെയ്യാ? ഇല്ല, ഇപ്പൊ എന്താ പറയണ്ടേ നമ്മള്. അപ്പം നിങ്ങൾ രണ്ടുപേരും എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ട് ജീവിതം? കിങ് ഓഫ് കൊത്തയില ഇவ்வளோ நல்ல ஒரு ரோல் பண்ணீங்க, எப்படி பண்ணீங்க? അതെങ്ങനെയുണ്ട്? சூப்பர் அழகா இருக்கு. அது சூப்பர் ரோலா. ஐ மீன் ஐ ஹேட் ஃபன். அபி சொன்ன உடனே ஐ தாட் ஓகே ஐ ஷுட் டு திஸ். அதுக்காக நான் 2-3 படம் மிஸ் பண்ணேன். ஓகே, ஆனால் இட் வாஸ் ஃபன். இட் வாஸ் worth it. It was worth more than what I thought it was. In fact, இப்போ கூட ஒரு படம் முருகதாஸ் சார் படம் பண்றேன். Okay, It was because of King of Kotha's look and all that. It was fun. I had. ആക്ച്വലി കിങ് ഓഫ് കൊത്ത വാസ് ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് തോന്നിയ ഒരു സിനിമയായിരുന്നു. ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിംഗ്. അത് കാസ്റ്റിംഗ് ആവട്ടെ, മേക്കിംഗ് ആവട്ടെ, ക്യാമറ, എവറിത്തിങ്, ഇറ്റ് ക്രിയേറ്റഡ് എൻ ഇമ്പാക്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു ലാസ്റ്റ് മലയാളിക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സിനിമ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന കൊണ്ടൽ എന്ന സിനിമയാണ്. ലാസ്റ്റ് റിലീസിൽ ഞങ്ങൾ ഓപ്പോസിറ്റിലായിരുന്നു. അതെ, കൊണ്ടൽ, ഐ മീൻ RDX വേഴ്സസ് ഇത് രണ്ടും ഇങ്ങനെ ടക് ടക് ടക്. അപ്പൊ ആ അടി നിങ്ങൾ ഇവിടെ വന്ന് അടിച്ചു. ബിക്കോസ് കൊണ്ടൽ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോഫിയ മാം നിങ്ങളോട് എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. നടുക്കടലിൽ കൊണ്ടിട്ടല്ലേ കുറെ 80% കടലിലായിരുന്നു. സോ സോഫിയ മാമിനെ ഞാൻ ഇന്നലെ ഐ മെറ്റ് ഹർ ആൻഡ് ഷീ സെഡ് നിങ്ങളോട് വർക്ക് ചെയ്യുന്ന ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഷീ സെഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി മൂവി. സോ ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ആൻഡ് ബിഫോർ ദാറ്റ് കൊണ്ടൽ പോലത്തെ ഒരു മൂവി വന്നപ്പം വാട്ട് മെയ്ഡ് യു ബോത്ത് ചൂസ് ദി സ്ക്രിപ്റ്റ്? എനിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് ഫസ്റ്റ് തന്നെ സ്റ്റോറി സ്ക്രിപ്റ്റ്, അതിൻ്റെ ഒരു പേസ് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് കടലിലാണ് 80% ഷൂട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചത് എങ്ങനെ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാവാനായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പടം ചെയ്യാമെന്നുള്ള ഡിസിഷൻ എടുത്തത്. ആ ഒരു ത്രില്ല് ഫീൽ ചെയ്തു. പിന്നെ മെയിനായിട്ട് കടലിൽ ചെയ്യണമെന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി, ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു വിഷ്വൽ ട്രീറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. Definitely the script. അതും കേട്ടപ്പോൾ ഐ മീൻ 1.5 years back itself അജിത്ത് എന്നോട് കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഡയറക്ടർ, so it couldn't work because of dates. പിന്നെ again after a year and a half he was saying that movie I want you on board. കഥ കേട്ടപ്പോൾ I was kicked to be part of it. Plus ഇവർ പറഞ്ഞ മാതിരി കടലിൽ ഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ I was very excited, keen to how it is going to be shot. Okay. And also the production. Because it needs a good production house too. Yes. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ആകുമ്പം നമുക്കിതൊരു ചില പ്രൊഡക്ഷൻ ഹൗസസ് ഹാവ് ദിസ് ഗുഡ് ലക്ക് ചാർം ഇമേജ്. അവർ വാട്ട് എവർ ദേ ടച്ച് തൊട്ടതൊക്കെ പൊന്നാക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് സോഫിയ മാമിന്റെ. But തൊട്ടതൊക്കെ എന്നല്ല, there is a lot of R&D going. The whole family works towards the script. There is, I mean, Bangalore Days ആവട്ടെ, RDX ആവട്ടെ, മിന്നൻ മുരളി ആവട്ടെ, all these movies have a different feel and vibe to it. Experiment ചെയ്യുന്ന. I think Sophia ma'am has declared that she'll work with 10 different newcomers, directors and 10 projects. ന്റെ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണ് ശരിക്കും കൊണ്ടൽ എന്ന് പറയുന്നത്. ലാൻഡിൽ ഷൂട്ട് ചെയ്യണ പോലെ അല്ല കടലിൽ ഷൂട്ട് ചെയ്യണത്. ഇഫ് ദർ ഇസ് എൻ എമർജൻസി, സംതിങ് ഗോസ് റോങ്, കഴിഞ്ഞ് ആ എമർജൻസി ബേസിക് എമർജൻസി. അതായത് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂറെങ്കിലും അകലെയായിരിക്കും നമ്മൾ ബോട്ട് എടുത്ത് പോവാ. കാരണം ആദ്യത്തെ ഒരു 5 ദിവസം നമ്മൾ കുറച്ചധികം മറ്റേ കടലിന്റെ ഈ ആട്ടം ഇല്ലേ, ആട്ടം വന്നു കഴിഞ്ഞാൽ തലകറക്കം വരും, ചിലർക്ക് ഛർദി വരും, അതിൻ്റെ ഇടയിൽ വർക്കും ചെയ്യണം. ഇത് ക്യാമറ ചെയ്യണവരൊക്കെ സമ്മതിക്കണം.
പിന്നെയുള്ള അടുത്ത ഏറ്റവും വലിയ പ്രശ്നം 1, 2 അത് കടലല്ലേ? കടലല്ലേ, ഓൾറെഡി ഉപ്പുകളല്ലേ? അത് പറഞ്ഞുതരാം. ഈ ഒരു ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഉപ്പുള്ളതിന്റെ കഥയും ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ബോട്ടിൽ ഞങ്ങളൊരു 70-75 പേരൊക്കെ എപ്പോഴും ഉണ്ടാവും ബോട്ടിൽ. അതാണ് കടൽ ഉപ്പുണ്ടായത്. നമുക്കിത് ഒന്നിന് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഒഴിക്കണമെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കയർമ പിടിച്ചിട്ട് ബോട്ടിന്റെ പുറത്തേക്ക് ഒരു ഇത് ഇട്ടിട്ടുണ്ട്, അതിന്റെ അവിടെ പിടിച്ച് നിൽക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന പലരും കാണും. അപ്പൊ ഈ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര പാടായിരുന്നു. നമുക്ക് ഒരു നാണോ ഇത് ചെയ്യണോ വേണോ. പിന്നെ 4 ദിവസം പിന്നെ എന്താ പിന്നെ സൂക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴിക്കുമ്പോ തന്നെ അപ്പുറത്ത് ആരെയും നിൽക്കണ്ടെങ്കിൽ ചിലപ്പോ അവന്റെ മുഖത്തേക്കായിരിക്കും പോവാ. ഇങ്ങനെ ചിലപ്പോ അവൻ വിചാരിക്കും ഈ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ബോട്ട് ഓടുന്നതിന്റെ ഇടയിൽ അടിച്ച് വെള്ളം തെറിച്ചിട്ട് ഉപ്പ് വെള്ളം അല്ലേ, അപ്പൊ അത് കടലിൽ നിന്ന് തെറിച്ചാണല്ലോ. അങ്ങനെയാണ് ഇത് കൊണ്ടലിന് പേര് വന്നത്. അല്ല, അങ്ങനെയല്ല. I have to give this Mamina. Good one. It must have been easy for him. Parker ഒക്കെ ചെയ്ത് പരിചയമുണ്ടല്ലോ. ഇതെന്നെ അവസ്ഥ. അവസാനം നമ്മുടെ പല്ല് പോകും ചിരിച്ചിരിച്ച്. നിങ്ങളുടെ കരിയറിൽ അപ്പോൾ ഒബ്വിയസ്ലി ഐ ഇൻട്രൊഡ്യൂസ് യു ആസ് ഡാൻസിങ് റോസ്, അങ്കമാലി ഡയറീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിൽ ഐ എം സോ പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ചെയ്താൽ? Definitely Dancing Rose. Yes. അത് കഴിഞ്ഞിട്ട് this film I am looking forward because Ajit വന്നിട്ട് ആദ്യം first few days I had a big ego going on inside me. Okay. And which was a challenge also. Just like എനിക്ക് ഇത് വേണ്ട, I don't want this, I want something else. Okay. അങ്ങനത്തെ ഒരു challenge, and that challenge has brought something else I think. Okay. as a I think, I don't know. Okay. കണ്ട മനസ്സിലാവും. Okay. So Dancing Rose കഴിഞ്ഞിട്ട് this film is that moment. Yeah. അത് ചെയ്ത് കഴിയുമ്പോഴേ you felt കഴിയുമ്പോൾ I felt really nice. I felt okay. I've maybe I've become a better actor. Maybe I've discovered some better elements in my acting bit. That's the kind of clarity Ajit has. എന്നാണ് നമ്മുടെ റിലീസ് ഡേറ്റ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? സെപ്റ്റംബർ 13. അടിപൊളി. വരില്ലേ ഉറപ്പായിട്ടും? ഞാൻ അവിടെ ഉണ്ടടാ. മതിടാ, അത് മതി ബ്രോ. അല്ല, എനിക്ക് അങ്കമാലി ഡയറീസ് ഭയങ്കര പ്രിയപ്പെട്ടാണ്. കാരണം അതില് എന്താണെന്നറിയാൻ പാടില്ല, ഇത് ഒരു രസമുണ്ട് കാണാനായിട്ട്. ഇടയ്ക്ക് ഞാൻ ഡൗൺ ആവുമ്പോൾ ഇത് കാണാറുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണും. പിന്നെ ഇപ്പൊ RDX ഒരു സീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികൾ ചെയ്തപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പടത്തിൽ അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഇമോഷണൽ ഒരു 2.5 മിനിറ്റിന്റെ ഒരു. ഈ പടം ശരിക്കും ആക്ഷൻ മാത്രമാണോ അതോ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ? ഫാമിലി റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റിവെഞ്ച്, ലവ്, പിന്നെ ചെറിയ കോമഡി, എല്ലാം ഉണ്ട്. ത്രില്ലാണ് മെയിൻ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് കമന്റ് സെക്ഷനിൽ സാംസീസ് ആണോ ചെയ്യുന്നത്, നമ്മുടെ വിക്രം വേദയൊക്കെ ചെയ്ത ആ മ്യൂസിക് ഡയറക്ടർ ആണോ? So how did it feel to work like act? Sam is a good friend. റോഡ് നട്ട് ഞാൻ തൃശ്ശൂർ പടം ചെയ്തിട്ടുണ്ട്, അതിലെ മ്യൂസിക് ആയിരുന്നു സാം. That's how I know him. So he called me during music for this film. എൻ്റെ ഒരു ചെറിയ പോർഷൻ മാറ്റിയിട്ടുണ്ട്, ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ അല്ല, എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് അങ്ങനെ നമ്മള് ഡബ് ചെയ്തപ്പോ കണ്ടു. പിന്നെ അത് പാച്ച് ആയിട്ടില്ല, നമ്മൾ ഞാൻ കണ്ടു പടം. പക്ഷെ അത് കണ്ട ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ല, കുറെ ഏരിയകളിൽ ഷോട്ട് ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ പടം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ഇല്ലാണ്ട് കണ്ടാ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ പോയില്ലേ? പോയി. ഓഹോ, Raj B. Shetty is acting in this film. Tell me about him. അദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിംഗ് വന്നപ്പോഴും ഈ സിനിമയെ കുറിച്ച് കുറെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. So tell me about. ഒരു പാവം, ഭയങ്കര പാവം, ജെനുവിൻ. Like him. ഒരിക്കലും മറ്റേ സിനിമ ഒന്നും ഡിസ്കസ് ചെയ്യില്ല പുള്ളി. നമ്മുടെ നാടിന്റെ കൾച്ചറിനെ പറ്റി, നമ്മുടെ നാട്ടിലെ ഫുഡിനെ പറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഏത് ഭാഷയിലായിരുന്നു നിങ്ങൾ? പുള്ളിക്ക് മലയാളം അറിയാലോ? നന്നായി സംസാരിക്കും. ആണോ? ലൈക്ക് ഹൗ ഹീസ് ടോക്കിംഗ് ഇൻ മലയാളം. മലയാളം നല്ലതാ. സംസാരിക്കും. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ പറയുമല്ലോ. What is happening, bra? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു ചെറുതായിട്ട്. We are going to play a rapid fire with Pepe and Dancing Rose Shabeer. Okay? So നമ്മൾ ആദ്യത്തെ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ നമ്മളൊരു 7 ക്വസ്റ്റ്യൻ ചോദിക്കും. പടേ എന്ന് പറയണം. ബിക്കോസ് ഇതിന്റെ എൻഡിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. കിട്ടിയിരുന്നു കത്തി. ആഹാ, അങ്ങനത്തെ നമ്മൾ സ്റ്റുഡിയോയിലല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് അഡ്വൈസ് യു എവർ റിസീവ്ഡ്. ഏറ്റവും നല്ല അഡ്വൈസ് ലൈഫിൽ ആരുടെയും ആവും?
ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ കേട്ടത് വേറെ അതൊന്ന് റീപ്ലേ ചെയ്യും. ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ കേട്ടല്ലേ നിങ്ങൾ കേട്ടത്? അല്ല 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 ഹാപ്പി ആയിട്ടിരിക്കാന്ന്. ഞാൻ വിചാരിച്ചേ ഇതിലെന്ത് അഡ്വൈസ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് എ ഡേ ഓഫ് വിത്ത് നോ കമ്മിറ്റ്മെന്റ്സ്, നോ റെസ്പോൺസിബിലിറ്റി, ആ ദിവസം എന്തായിരിക്കും ചെയ്യുക? ഒരു വർക്കുമില്ലോ ഒന്നുമില്ല, ഒരു ജോളി ഡേയിൽ വാട്ട് വിൽ യു ഡു ഓൺ ദാറ്റ് ഡേ? ടെണ്ണമ്പൽ. എന്ത് ടെണ്ണമ്പൽ? കുറച്ചും കൂടി ഫാമിലി ഫ്രണ്ട്ലി ആൻസർ വല്ലതും ഉണ്ടോ? എനിക്ക് ഇവിടെ എഴുതി കാണിക്കാൻ വയ്യടാ, വൃത്തിയാടാവും ഫ്രെയിം. ട്രാവൽ ചെയ്യും. ആ, എങ്കിൽ ടെണ്ണമ്പൽ മതി, പുറത്ത് പോകണ്ടേ, അവിടെ ഒരു വീട്ടിൽ. ഓക്കെ, ഫോർ യു ഓൺലി. ഇഫ് യു ഫൗണ്ട് എ വേ ടു ട്രാവൽ ത്രൂ ടൈം, അതായത് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയ, എങ്ങോട്ട് പോവും, എവിടെ പോവും? സെപ്റ്റംബർ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ പോകാം. എവിടെ വേണമെങ്കിൽ പോവും. അങ്ങനെ കൊണ്ടല്ല റിലീസിന്റെ ആ ഒരു പടം കഴിയണ മൊമെന്റിലേക്ക് പോകും. ഓ, അപ്പൊ കാണാൻ താല്പര്യമില്ല. കഴിയണ മൊമെന്റില്ലേ, അപ്പൊ മറ്റേ പേപ്പറൊക്കെ കീറി എറിയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു നോട്ടീസ് വെൻ യു മീറ്റ് എ പേഴ്സൺ? ഒരാൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളിൽ എന്താണ് കാണുന്നത്? അയാളുടെ ഫേസ് അല്ലേ, അല്ലാണ്ട് അല്ല ഞാൻ നിങ്ങളുടെ സ്റ്റാൻഡിലേക്ക് ആയതാ ചെറുതായിട്ട്. അല്ലെങ്കിൽ എന്താ പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ചോട്ടെ ആൾക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല, പുള്ളിയുടെ എന്താ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. കറക്റ്റ്, അവരുടെ ബിഹേവിയർ ആണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ മാത്രമല്ല, ഇപ്പൊ അയാളുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്, അവരുടെ അടുത്തും അങ്ങനെ അയാൾ പെരുമാറണേന്ന് നോക്കും. കാരണം അവിടെ ഇവിടെ ഡിഫറൻസ് ഉണ്ട്, അയാൾ ചീത്ത മനുഷ്യനാണ്. അയ്യോ അയ്യോ അയ്യോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, വൺ തിങ് ദാറ്റ് ദ വേൾഡ് ഡസ് നോട്ട് നോ അബൌട്ട് യു. ഇന്നാണ് ആ ശുഭദിനം, ഇന്ന് തന്നെ പറഞ്ഞോളൂ, ലോകം മുഴുവൻ അറിയിക്കണം, പക്ഷെ അറിയില്ല, ഇന്നാണ് അത്. ഞാനൊരു പഞ്ചപാവ. അച്ചോ, ഇത് ഇപ്പൊ പാടുന്ന പാട്ടായിരുന്നു. അച്ചോ അച്ചോ അച്ചോ. ഓക്കെ, അടുത്തത്. ലോകത്തിനെ കുറിച്ച് ഒരു കാര്യം പെപ്പയ്ക്ക് മാറ്റാനുള്ള ഒരു ശക്തി കിട്ടുവാണെങ്കിൽ ഈ ലോകത്തിൽ പെപ്പ എന്ത് മാറ്റും? ഡിസാസ്റ്ററുകളെ ഞാൻ തടയും. യെസ്, ഐ തിങ്ക് ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആൻസർ ബ്രോ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം വൺ കംഫർട്ട് സോങ്. ഇപ്പോഴത്തെ പ്രസന്റ് സോങ്, എപ്പോഴും ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നി ആദ്യം അതാ കേൾക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞോ. എനിക്ക് അമ്പലപ്പുഴക്കാണ് ഇഷ്ടം. ഒന്ന് പാടടാ. എന്തിനാടാ? എടാ, എന്റെ ഷോന് TRP വേണോടാ. എന്റെ ദൈവം മോനെ. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് ഒന്നാം രാഗം പാടി പാടി ഭയങ്കര വൈറലായിരുന്നു. ഇതില് അമ്പലപ്പുഴ. 3 3 3 4 അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്ത് നൽകുവാനും തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായി ഓടി വന്നതാണ് ഞാൻ. ഹാപ്പി ഓണം. ഓ, ഓണപ്പാട്ടായ നല്ല പോലെ പാടുന്നുണ്ട്. അപ്പടിയാ അപ്പടിയാ അപ്പടിയേതാ. അപ്പൊ നല്ലൊരു കൈഡി റാപ്പിഡ് ഫയറില് സൂപ്പർ, വൺ ഓഫ് ദ ബെസ്റ്റ് റാപ്പിഡ് ഫയർ റൗണ്ട്സ് ആയിട്ട് ഞാൻ ഇത് പ്രഖ്യാപിക്കുന്നു. ബിക്കോസ് പാട്ടൊക്കെ പാടിയ റാപ്പിഡ് ഫയർ. അടുത്ത സെഗ്മെന്റ് പേരേ റാപ്പിഡ് ഫയർ. ഓക്കെ, ഇതിലെന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ സ്റ്റക്ക് ഓൺ ആൻ ഐലൻഡ്, ഒരു ഐലൻഡിൽ സ്റ്റക്ക് ആവുകയാണ്, ആരെയായിരിക്കും ഫസ്റ്റ് രക്ഷിക്കാനായിട്ട് വിളിക്കുക? മൈ ഫ്രണ്ട്. ആ ഫ്രണ്ടിന്റെ പേര് KK എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. KK. ഓക്കേ, KK என்ன பண்றாங்க? KK is an actor. சூரிய போட்ல பைலட் இல்ல. ஆமா, அப்ப பைலட் ஏர்போர்ட் அப்படியே வந்துருவாங்க. எவ்வளோ யோசிச்சு சொல்றீங்க. கரெக்ட். ஓகே, 3 things you cannot live without. Oxygen எல்லாம் சொல்லாதீங்க ப்ளீஸ். No. Gym. அப்புறம் ஜில் ஜக். அப்படி இல்ல, சிக்கன். அப்புறம் ஜிம், சிக்கன், அப்புறம் ஃப்ரெண்ட்ஸ். Oh, so cute. So cute.
Acute. Okay. Answer. അടുത്തത് if you woke up one morning and turned into Pearle in the question yaar പാവം കഴിവങ്ങ ഓക്കെ ഷബീർ ആദ്യമായിട്ട് ഇന്നാണ് എന്നെ മീറ്റ് ചെയ്യണത്. എനിക്കൊരു ചമ്മലുണ്ട്, പക്ഷെ വേറെ വഴിയില്ല, രണ്ടുപേരും പെട്ടു. ഓക്കെ, അപ്പൊ ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേക്കുകയാണ്, എന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പേളിനെയാണ് ആദ്യം കാണുന്നത് മുഖം. യു ബിക്കേം മീ. I became you. ആമാടാ. What will you do? I hang myself. എടാ വേറെ ആൻസർ പറ. എനിക്ക് സങ്കടമായടാ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഇമോഷണൽ ആവും. കുറച്ച് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താ പറയണം, മുടി സ്ട്രൈറ്റൻ ചെയ്യും. മുടി സ്ട്രൈറ്റൻ ചെയ്യും. എനിക്ക് പിന്നെ 1 full day you will need for that. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ തിരിച്ചു വരും. എന്റെ ദൈവമേ, ഒരു ദിവസം പോലും എനിക്ക് എന്റെ ലൈഫ് ആർക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തത് give one message to all the aspiring actors because you are the inspiring actor. Keep working. I mean, இது எல்லாரும் எனக்கு விஜய் சேதுபதி சொன்னது இது. நீங்க உங்களுக்காக ஒன்று பண்ணும்போது உங்களுக்காக ஒன்று நடக்கும். ஆனால் ரெண்டு ஒரு இடத்துல போய் மீட் பண்ணும்போது ஒன்று வெடிக்கும். That's when you arrived. ஆனால் நீங்கள் உங்களுக்காக ஒன்று பண்ணும்போது நீங்கள் அதை விட்டு போனால் உங்களுக்காக ஒன்று நடக்காது. So you have to keep working and something will happen. Keep working. ഭയങ്കര ഡെപ്ത് ഉള്ള ആൻസർ. ഇനി കുറച്ചു നേരം ഞാൻ സൈലൻസ് ആയിരിക്കും. എന്റെ ബ്രെയിൻ ഇനി മറ്റേ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നും കൂടി റീസെറ്റ് അടിച്ചിട്ടേ എന്റെ ഒച്ച. അടുത്തത് if you were stuck in an elevator with Rajnikant and Kamal sir, what would you do? I'll ask my friend to just hold that elevator. நான் தான் சொல்லியிருப்பேன், நான் தான் ஆஃப் பண்ண சொல்லியிருப்பேன். இப்படியே 2 நாளைக்கு அப்படியே இருந்திருப்பாரு கூட. ഹാപ്പി അല്ലേ? കൊള്ളാം, ആ ലിഫ്റ്റോടെ കിട്ടുന്നു. ഓക്കെ, അടുത്തത് if you can act with one Bollywood actor or actress, who would it be? I think you can say actor and actress. See, I love Ranbir's work. Ye Jawani Hai Diwani. And I like Alia. Yeah. ഓ, അപ്പൊ അവരെ കപ്പിളായിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്തു. കണ്ടില്ലേ, എനിക്കും ഇഷ്ടം അവര്. എനിക്ക് ആലിയനെ ഭയങ്കര ഇഷ്ടമാണ്. ഷീസ് ലൈക്ക് മൈ ഫേവറേറ്റ്. അടുത്തത് നെയിം വൺ. ഇത് 7 കറക്റ്റാ. കറക്റ്റ്. നെയിം വൺ മൂവി ദാറ്റ് യു വാച്ച് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് സ്റ്റിൽ യു വുഡ് വാച്ച് ഇറ്റ് അഗൈൻ. ദളപതി. നമ്മുടെ റാപ്പിഡ് ഫയർ കഴിഞ്ഞിരിക്കുകയാണ്. I just want to show a video to both of you because ഇത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് both of you have to react. ഈ വീഡിയോ ഇവർ 2 പേർക്കും കൂടി ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വാച്ച് ആൻഡ് എൻജോയ്. ഹൈ പെപ്പെ, ഹൈ ഷബീർ. അങ്ങനെ നമ്മുടെ മൂവി ഇപ്പോൾ ഓണം റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ മൂവി കൊണ്ടൽ ഓൺ സെപ്റ്റംബർ 13th. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമ്മള് ഒരുപാട് എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഒരു എന്താ പറയുന്ന ഈ കടലിൽ പോയി ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്. എനിക്കത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങളാണ് അത് ഫേസ് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, ഞാൻ അവിടെ രാവിലെ നിങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി കടലിൽ പോകും. അപ്പം വൈകുന്നേരം എത്താറാവുന്ന ആ ടൈമിലാണ് ഞാൻ അവിടെ വന്ന് വെയിറ്റ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര ടയേർഡായിട്ടാണ് വരുന്നതും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും സമയം വെയിലും ചൂടും ഒക്കെ കൊണ്ടിട്ട് അപ്പൊ അത്രയും നിങ്ങൾ അതിനെ സ്ട്രഗിൾ ചെയ്തെങ്കിലും നല്ല രീതിയിൽ അതിനെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് രണ്ടുപേരോടും. രണ്ടുപേർക്കും ഒരുപാട് പ്രാവശ്യം സുഖമില്ലാതായിട്ടുണ്ട്. സീ സിക്നസ് എല്ലാവർക്കും വന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. ബോത്ത് ഓഫ് യു, നിങ്ങൾ രണ്ടുപേരും വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അത്രയും ലൈക്ക് എന്താ പറയുക, നമ്മളിതിനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അത് ഇപ്പൊ ഒരു നല്ല ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി രണ്ടുപേരോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. പെപ്പെ, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കിങ്ങനെ ഈ ആർട്ടിക്സും ഈ കൊണ്ടലും ഈ ആക്ഷനൊക്കെ ചെയ്താൽ മതിയോ? ഒരു കോമഡിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യണ്ടേ? എന്താ പെപ്പെ? നെക്സ്റ്റ് എനിക്ക് ഷബീറിനോടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്. ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഷബീർ വന്നിട്ട് ഈ റഫ് ലുക്ക് ഇങ്ങനെ വന്ന് ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? അടിപൊളി, സൂപ്പർ, നല്ലൊരു കൈഡി ഫോർ സോഫിയ മാം. ബിക്കോസ് ഞാൻ ഇത് ചോദിച്ചപ്പോ എന്റെ അടുത്ത് ഒന്നും ചോദിക്കാണ്ട് അപ്പൊ തന്നെ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു. ടെൽ മീ അബൌട്ട് സോഫിയ മാം. ഹൗ വാസ് ഇറ്റ്? ഹൗ ഡു യു, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഹർ? എനിക്ക് this is the first time I'm associating. Okay. And she's there almost every day. വന്നാൽ ഒരു she doesn't, you feel nice
ഒരു warmth ഉണ്ട്. You don't feel like you're meeting a producer. Every time I see her, I want to go and talk to her. Homely. Yeah, exactly. As the warmth she gives. So, I mean, this video is a little overwhelming for me. എനിക്ക് കണ്ടു നിങ്ങൾ രണ്ടുപേരുടെയും മുഖം അങ്ങനെ മാറി. Both of you are feeling a little ഒരു goosebumps ഒക്കെ I could feel. How did you feel? Obviously ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് സോഫിയ മാമിന്റെ കൂടെ. So what is that relationship like with her? അങ്ങനെ ഞാനിടയ്ക്ക് ചേച്ചി എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഞാനും വിളിക്കാറുണ്ട്. ശരിക്കും എന്താ പറയുക, നമ്മുടെ അമ്മേനെ പോലെ അങ്ങനെയാണ്. എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും, കെയർ ചെയ്യും, സെറ്റിൽ വരും, എപ്പോഴും സെറ്റിൽ വരും എല്ലാ ദിവസവും. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ ഞങ്ങൾ വൈകുന്നേരം ബോട്ടിൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചായിരിക്കും വരാം. ഒരാൾ പാട്ട് പാടും, ബാക്കി എല്ലാവരും കൂടി ഡാൻസ് കളിക്കും. അത് നമ്മൾ വരുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ചേച്ചി അവിടെ ഒരു കസേരയിൽ ചേച്ചിയും എല്ലാവരൊക്കെ അവിടെ ഇരിക്കണ്ടാവും. ഇവര് ഫാമിലി മൊത്തം സിനിമയിലാണ്. ശരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാവരും, സെഡിനും കെവിനും എല്ലാവരും, അതായത് സ്ക്രിപ്റ്റ് വായിക്കണം തുടങ്ങി എല്ലാം. അപ്പൊ എനിക്ക് സോഫി ചേച്ചിയുടെ അടുത്ത് പറയാനുള്ളത്, എന്നെ വെച്ചിട്ട് ഒരു കോമഡി പടം അങ്ങോട്ട് ചെയ്യൂ. ഞാൻ അവിടെ സൈഡിൽ നിന്ന് ചുമക്കുന്നുണ്ട്, മനസ്സിലായില്ല? കാസ്റ്റിംഗ് ഒക്കെ റെഡി. അപ്പൊ പൊളി. അതെ. അടുത്തത് ഇദ്ദേഹത്തിനോടുള്ള ചോദ്യം എന്താണ്, ഇത്ര ഒരു ക്യൂട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മുഖമുള്ള ഒരാൾ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ലുക്കിലേക്കാണ് വന്നിരിക്കുന്നത്. സോ അതിനെ കുറിച്ചാണ് മാം ചോദിച്ചത്. സോ വാട്ട് ഡു യു ഹാവ് ടു സേ ടു ദാറ്റ്? I don't know what to say. It's just another role. Atreyullo. I mean, I like doing negative shades. And I love playing with my looks. Adonda, if you're seeking, of course, I'm different. Here I'm different. Telugu pada I'm different. Kannada I'm different. So, yeah. എപ്പോഴെങ്കിലും മീനൊക്കെ പിടിച്ചിരുന്നാ നിങ്ങള്? ഇഷ്ടം പോലെ. അല്ല, നമ്മളവിടെ ചെല്ലുമ്പോ ഇവര് ബോട്ടുകാർ ഈ കുളച്ചിലിന്നാണ് ബോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അവരൊരു 12 പേര് 13 പേരുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിൽ. അവര് ഒറിജിനൽ നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ലീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എല്ലാത്തിനും വേണ്ടി അവരുണ്ട്. അപ്പൊ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പണിയില്ലല്ലോ. ഇവന്മാരെന്ത് പണിയെന്ന് വെച്ചാൽ മറ്റേ ചൂണ്ടയുണ്ട്, ഇങ്ങനെ കുറേ ചൂണ്ടകള്, അത് ഒരു വള്ളിയുമ്പോ തന്നെ കുറേ ഉണ്ടാവും കുളത്ത്. അതിലിങ്ങനെ ഈ ചുവന്ന ഈ സാരിയുമൊക്കെയുള്ള കളറില്ലേ, അതേപോലത്തെ സിൽക്കിന്റെ ഇത് കെട്ടിയിട്ട് ഇങ്ങനെ ഇടും. വേറെ അറിയാൻ ഇടില്ല. എന്നിട്ട് ഇതിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ ഈ മീൻ നോക്കുമ്പോ എന്തോ ഒരു സാധനം മീൻ വന്ന് പിടിക്കും. അങ്ങനെ അതിനൊക്കെ പിടിച്ച് നമുക്ക് കറി വെച്ചവര് സൂപ്പർ ടേസ്റ്റ്. എന്റെ അമ്മോ, അത് ലൈവ് ആയിട്ടുള്ള ഫ്രഷ് മീൻ എന്നൊക്കെ പറയുന്ന പോലെ. ഒരു പ്രാവശ്യം ഞങ്ങള് ഇതേപോലെ പോയിപ്പോ ചാളയില്ലേ, ചാള ഒരു വേറെ ചെറിയ ബോട്ടുകാരുടെ ഇവര് ചാള മേടിച്ചു. താഴേന്ന് തന്നെ അങ്ങനെ മേടിച്ചു, കടലിൽ വെച്ച്. അങ്ങനെ മേടിച്ചിട്ട് അതിനകത്ത് വിഘ്നേഷ് എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട്. അവൻ പോയിട്ട് നേരെ ഒരു വലിയ ഇത് എടുത്തു, ചട്ടി പോലത്തെ സാധനം എടുത്തു നിന്നിട്ട് ഈ ചാള അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, വേറെ ഒന്നും ചെയ്തില്ല, ഉപ്പിട്ടിട്ട് ഒരു തിരുമ്പിട്ട് അങ്ങനെ തന്നെ ഓർത്തു, നന്നാക്കി ഒന്നും ചെയ്തില്ല. അപ്പൊ തന്നെ നമുക്കൊക്കെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടാണ്ട് നേരെ ചെതമ്പലൊന്നും കളഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ ഡാർക്ക്, അയ്യോ ഇതെങ്ങനെ തിന്നും. അപ്പൊ പുള്ളി നമ്മുടെ ഭയങ്കര കമ്പനിയാ. അപ്പൊ പുള്ളി പറഞ്ഞ തിന്നാതിരിക്കാനും പറ്റില്ല. ഒരെണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് തിന്നാം എന്നുള്ള രീതിയിൽ എല്ലാവരും മാറി നിൽക്കുക തിന്നാണ്ട്. അത് ഇത് വറുത്ത് നല്ല മണം വരും. ഈ വെളിച്ചെണ്ണ മീനും വേറെ ഒന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണയുടെ ഒരു മണം, വെളിച്ചെണ്ണയുടെ മണമുണ്ട്. അപ്പൊ തന്നെ ഞാൻ എന്നിട്ട് ഞങ്ങള് ഒരെണ്ണം എടുത്ത് തിന്ന്. പിന്നെ അവിടെ അടിയായി. കാരണം പക്ക അപ്പ പിടിച്ച മീനിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ ഒടുക്കത്തെ ടേസ്റ്റ്. ഐ തിങ്ക് ഫിസിക്കലി നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കൊണ്ടൽ ഈ 13th നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണണം. ബിക്കോസ് ഇറ്റ്സ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആൻഡ് ദ മ്യൂസിക് ആൻഡ് ദ DOPs ആവട്ടെ. DOPനെ കുറിച്ച് പറയൂ. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ദീപകേട്ടൻ? അദ്ദേഹത്തിന് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. നടക്കുന്നല്ല, പുള്ളി ക്യാമറ പിടിച്ചിട്ടല്ലേ. എനിക്ക് ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയർ ബോട്ടിൽ വർക്ക് ചെയ്യുന്നത്. സോ വൺ ഇൻസിഡന്റ് യു വാണ്ട് ടു ടോക്ക് അബൌട്ട് ഈ DOP വെച്ചിട്ട് എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത? ഞങ്ങൾ ഒരു പ്രാവശ്യം ബോട്ട് ഇങ്ങനെ ഓടി കപ്പൽ ചാലിന്റെ അടുത്തെത്തി. ഒരുപാട് ഉള്ളിലേക്ക് പോയി. നമുക്ക് കപ്പൽ കാണാൻ അങ്ങനെ പോണത് അത്ര അടുത്തെത്തി. അവിടെ എന്താന്ന് വെച്ചാലേ ഫുൾ ഷെയ്ക്കാ. അതായത് ആ കപ്പലിന്റെ വേവ്സ് അതിന്റെ ആണോന്ന് അറിയില്ല. കടല് ഭയങ്കര റഫാണ്. നമ്മള് ശരിക്കും പേടിക്കും. ഇതിങ്ങനെ ആന്തല് വരും നമുക്ക് ഇങ്ങനെ. അതിന്റെ ഇടയിൽ പുള്ളി എന്റെ അമ്മ ഈ ഒറിജിനാലിറ്റി കിട്ടൂല, CGയിൽ പോയാൽ കിട്ടില്ല. നമുക്ക് ഇതന്നെ എടുക്കാം ലൈവായിട്ട്. അപ്പം ഈ അടിയും പെപ്പയും തമ്മിൽ എന്താണ് ഈ ബന്ധം? ഒരു പെപ്പെ അടിയേ ഇല്ലാത്ത ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഏതായിരുന്നു? അതുണ്ട്.
രണ്ടെണ്ണം ഉണ്ട്. അത് ഞാൻ ഇപ്പൊ ഒരെണ്ണം കാണിച്ചു തരാം. ഒന്ന് ആനപ്പറമ്പലുകൾക്ക് ഇപ്പൊ, പിന്നെ അതൊന്നും അല്ല, ദാ ഇത് കണ്ടോളൂ. വേറെ ഏതാ? ദാ ഇത് ഷോർട്ട് ഫിലിം അല്ലേ? എന്റെ മുന്നേ ഉപദേശിക്കാണെന്ന് നീ വിചാരിക്കരുത്. നീ ഇങ്ങനെ പോയ ഗതി പിടിക്കില്ല. ഇനിയെങ്കിലും ഒരു ജോലി വാങ്ങിച്ച് സ്വന്തം കാര്യം നോക്ക്. എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തി? ഇത് കോളേജ് ടൈമിൽ ചെയ്തതാ. അതായിരുന്നു ആദ്യത്തെ നോ ആക്ഷൻ മൂവി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നത്? എങ്ങനെയാ നിങ്ങൾ ആക്ടിങ്ങിലേക്ക് എത്തിയത്? ബിക്കോസ് ഷബീറിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് യു ആർ എ തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ലേ? തിയേറ്ററിലായിരുന്നു ആദ്യം, ആൻഡ് ദെൻ സ്ലോലി യു ഗോട്ട് ഇൻ ടു മൂവീസ്. No, it's other way around. Okay. I got bit by a movie. Oh, okay. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കോളേജ് ടൈമിൽ I used to do a lot of part-time jobs. Okay. Survey job, sales job and all. Okay. Post college. Okay. ആ സമയത്ത് there was this movie called ആയുധെഴുത്ത്. അതിൽ നിറയെ സ്റ്റുഡൻസ് ഉണ്ട്. So the guy who was giving them original students, he said, do you want to go? That time I wanted to be a cricketer. Never want to be an actor. I never saw movies then. For part-time job alone. So I went there, one scene, I'll come and go. Everybody started asking, you acted in Aidheruth, you acted in Aidheruth. I like that. And the chinna fame enakku pidichirundichu. Okay. Adilanda I thought, okay, let me get in. Appo theater. அப்ப அந்த கிரிக்கெட் விளையாடுறது எதுக்கு நிறுத்துனீங்க? கிரிக்கெட் விட்டதுனால தான் இது விடக்கூடாதுன்னு சொல்லிட்டு இதுல இது என்ன ஆனாலும் விட மாட்டேன்னு சொல்லிட்டு. அதுக்கு அப்புறம் நீங்க தியேட்டர் ஆர்டிஸ்ட். Yeah, I went into theater, hospital clowning, then. So I think ഷബീറിനെ കുറിച്ച് പറയുമ്പോൾ വൺ തിങ് നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതിലുപരി സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറയുമ്പം I think the biggest thing that you can give somebody is a smile and happiness. And what's more beautiful is the fact that you're giving it to somebody who is probably struggling to smile. He's somebody who ഇവര് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഹോസ്പിറ്റൽസിൽ പോവും, സുഖമില്ലാണ്ടിരിക്കുന്ന, അതായത് ഭയങ്കരമായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി അവരെ ഹാപ്പി ആക്കുക, ചിരിപ്പിക്കുക എന്ന് പറയുന്നത്. Basically it's not just making them happy. Hospital, if you see, people don't have control. Correct. You have no control. നമ്മൾ പോയിട്ട് അവർക്ക് കൺട്രോൾ കൊടുക്കും. Yes. Control in the sense, if I want to come near a baby or a kid, I ask him his or her permission. Correct. That itself sees a small kind of control to them. അതെ. പിന്നെ അവർ മാജിക് കാണിച്ചാൽ അവരുടെ പെർമിഷനിൽ മാജിക് വർക്ക്. So slowly we see that control to them, and that makes them feel the place that they are not alienated after that. Yes. So അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി. Initially, to be honest, I started to become a better actor. Okay, ഇതിന്റെ ആക്ടിംഗ് സ്കിൽസ് വളർത്താൻ. പിന്നെ after I went inside, it humbled me and like it made me realize that I'm grateful for a lot of things I have. Nice round of applause for that beautiful thought, because ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ we are so busy. അതിനു വേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പെപ്പയുടെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് ഐ സോ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കണ്ടു, പക്ഷെ എപ്പോഴാണ് പെപ്പയ്ക്ക് തോന്നിയത് ഐ വോണ്ട് ബി ആൻ ആക്ടർ, ഇതാണ് എന്നെ ഹാപ്പി ആക്കുന്ന എൻ്റെ പാഷൻ ഇതാണ് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കിയത്? അല്ല, നമുക്കിങ്ങനെ അഭിനയിക്കണം, ഷോർട്ട് ഫിലിംസ് ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തൊന്നും ഇറങ്ങിയില്ല. അവർ ഇറക്കണ ഒരു സ്റ്റേജിലേക്ക് എത്തലുണ്ടായില്ല. അങ്ങനെ പിന്നെ അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് അല്ലേ? അല്ല, പക്ഷെ നമുക്ക് ആ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇറക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല, നമുക്ക് അതിനുവേണ്ടി കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രതീക്ഷകളാണ് ഇവൻ ഭാവിയിൽ പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എനിക്കൊരു റോൾ കിട്ടും, അങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ പടം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ. അങ്ങനെ കോളേജിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ഷോർട്ട് ഫിലിം പ്രദർശനം നടത്തി. അപ്പോൾ കോളേജിലെ ഫുൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആ ഓഡിറ്റോറിയം മൊത്തം ആൾക്കാർ കാണാൻ വന്നു. അപ്പം എനിക്കൊക്കെ പേടിയായി, ദൈവം എന്നെയൊക്കെ കളിയാക്കി കൊല്ലു. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ച് എല്ലാവരും വന്ന് എൻ്റെ അടുത്തൊക്കെ കൊള്ളാം അങ്ങനെ അഭിനയമല്ല, സ്ക്രീൻ പ്രസൻസ് അത് കൊള്ളാം അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഭയങ്കര മോശം അഭിനയൊന്നുമല്ല. നമ്മൾ അടുത്ത ഒരു ചെറിയൊരു ഗെയിമിലേക്ക് പോവാണ്. ഈ ഗെയിം എന്താ വെച്ചാല്, ഇത് നോക്കൂ ഇത് എന്ത് ക്യൂട്ടാടാ ഇത്, ഓ സോ ക്യൂട്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖമുണ്ട്. ഇതെന്താണ്, ഇത് എന്നെടുത്ത ഫോട്ടോ? ഇത് ഞാൻ മഹാരാഷ്ട്രയിൽ വെറുതെ രാവിലെ ഒരു സ്ഥലത്ത് പോയി കൊടുക്കുക. എന്തായാലും ക്യൂട്ട്, മുടിയൊക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുപേർക്ക് ഞാൻ തരാണ്. ഇതിൽ ഞാനിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും,
സോ നിങ്ങളുടെ ലൈഫിൽ ഇത് അല്ല ഈ സ്റ്റേറ്റ്മെന്റ് ആരാണോ യോജിതം, whoever is matching that statement you have to show that face. Okay, ഫസ്റ്റ് ഞാൻ ചോദിക്കണം, സെറ്റിൽ ലേറ്റ് ആയിട്ട് വരുന്ന ആളാരായിരിക്കും? ലേറ്റ് ആയിരിക്കില്ല, പക്ഷെ ലാസ്റ്റ്. ഈ സെറ്റിൽ ലേറ്റ് ആയിട്ട് വരാൻ പറ്റില്ല, എല്ലാരും കൊണ്ട് ബോട്ടി പോവല്ലേ. അപ്പൊ ഇങ്ങനെ കാണിക്കണം, ഇങ്ങനെ സെന്റർ ബിക്കോസ് ഇല്ല, ഉത്തരമില്ല അതിന്. ഓക്കെ, അടുത്ത് സെറ്റിൽ കൂടുതൽ ഇഞ്ചുറി പറ്റിയ ആള്, ഏറ്റവും കൂടുതൽ ഈ ഒരു സെറ്റില് കൂടുതൽ ഇഞ്ചുറി വയ്യാണ്ടാവുക ഒക്കെ കൂടുതലായ ആള്. മാർക്കുണ്ടല്ലോ. ഉണ്ട്, അത് ഞാനായിരിക്കണം. എന്താ പറ്റിയ? ഒന്നുമില്ല, സ്റ്റിച്ചാ? എന്ത് ഇവിടെ ഷൂട്ടപ്പ് പുതിയ പടത്തിന്റെ അച്ചമേ ഇല്ലയാ? അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെന്നതില്ലയേ ഉച്ചിമീത് വാനിടുന്ന് വീഴുകിன்ற പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെന്നതില്ലയേ. എനിക്കിപ്പോ ഒരു ചെറിയ അച്ഛൻ വരുന്നു. അപ്പൊ നമുക്ക് അടുത്തത് ചെയ്യാം. ഓക്കെ, അടുത്തത് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്ക്? ഏയ്, നിന്നെ കണ്ടാ പറയില്ല ആണോ? പറഞ്ഞറിയാം എനിക്ക്. I don't want to know the details. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിൽ ആരാണ് ബെസ്റ്റ് ഫൂഡി? ഏയ്, ആണോ? ആയിരുന്നു. അതായത് പുള്ളിനെ വെച്ച് നോക്കുമ്പോ ഞാൻ ഭയങ്കര വലിയതായിരുന്നു. സെയിം റേഞ്ച് ആയിരുന്നില്ലേ? കറക്റ്റ്. ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് ആർക്കാണ്? ഡയറക്ടറിന്റെ അടുത്തുനിന്ന്. വഴക്കേ കിട്ടിയിട്ടില്ലേ? അയ്യോ, അജിത്ത് അത്രയും പാവാണോ? അജിത്ത് എങ്ങനത്തെ ഡയറക്ടറാ? അതായത് ചെവിയിൽ വന്നിട്ട് നീ ഇത് താഴ്ത്തിക്കോ, കുഴപ്പമില്ല. അതായത് ചെവിയിൽ ഇങ്ങനെ പറയുള്ളൂ, അതെ ആൻ്റപ്പ. അത് ആ ഷോട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ കടലിൽ വെച്ച് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കേൾക്കാം? അങ്ങനെ പറയുള്ളൂ ചെവിയിൽ. ഞാൻ ആൻ്റപ്പനാണെങ്കിൽ എന്നാ അജിത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാം, അടുത്ത പടത്തിൽ ചെയ്തു. അതാണ് തഗ് ലൈഫ് ഇടയ്ക്ക് ഞാൻ പടത്തിൽ നീ ചെയ്തു. ഓക്കെ, അടിപൊളി. ഫോണിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാര്? You, both of you. Yeah, I'm on music. Music. Yeah. Okay. What are you doing on phone? Music. Repeat. Okay. ഏറ്റവും കൂടുതൽ അപ്പൊ ചോദിക്കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആരാണ്? ഓ, അതറിയാലോ. ഇപ്പൊ ഞാനും മാറിയിട്ടുണ്ട്. ആണോ? എന്റെ ജിം പാർട്ട്ണറാ. ജിം പാർട്ട്ണർ ഒരിക്കൽ ജിമ്മിൽ വെച്ച് കണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളൂ ജിമ്മില്. അന്ന് നമ്മൾ അറിയാണ്ട് കണ്ടു. അറിയാണ്ടല്ല, ഞാൻ എത്തി നോക്കിയത് ആരാണ് ഓടി നടന്ന അടികൊണ്ട്. അതെ, ബോക്സിംഗ് പഠിക്കുന്നത്. ശരിക്കും മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. 22 കിലോ. ഓക്കെ, ഫ്രീ ടൈമിൽ ഉറങ്ങുന്നത് ആരാണ്? ഇപ്പൊ സെറ്റിലാണെങ്കിൽ എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കും. അങ്ങനെ ഒരാൾ ആ സെറ്റിൽ എല്ലാവരും സമയം കിട്ടും ഉറങ്ങും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉറങ്ങണതായിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങുന്ന ആളല്ല, അതുകൊണ്ട് ചിലപ്പോൾ ആണോ? സോ ക്യൂട്ട്. ഓക്കെ, അടുത്തത് കോസ്റ്റ്യൂം സെൻസ് കൂടുതൽ ആർക്കാ? പുള്ളിക്കായിരിക്കും. കാരണം എനിക്ക് എന്റെ സ്റ്റൈലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും അടുത്തത് ഫോൺ വിളിച്ചാൽ കിട്ടാത്ത ആള്, അതായത് ഹീസ് ഓൾവേസ് നോട്ട് റീച്ചബിൾ ഡാ, ഹി ഡസന്റ് പിക്ക് അപ്പ് ദ ഫോൺ ഡാ, അങ്ങനത്തെ ഒരാള് നിങ്ങളിൽ ആരാണ്? ഞാനല്ല. ഇല്ല, മേ ബി യു ഗൈസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ഇന്ന് വിളിക്കുക, അതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും. ഞാൻ കണ്ടില്ലേ? അതെന്താടാ നീ അങ്ങനെ ആയിപ്പോയത്? വൈ യു ലൈക്ക് ദാറ്റ്? ആര് വിളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് കളയുന്നത്? ആരുടെ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആര് വിളിക്കാറില്ലേ? പക്ഷെ മെസ്സേജ് ചെയ്യും. ആരാണെങ്കിലും. ഷബീറിന്റെ ഒരു ഇന്റർവ്യൂല് ഹീസ് മെൻഷൻ ദാറ്റ് ഹിസ് മദർ ഇസ് നോട്ട് വെരി, അതായത് അമ്മയ്ക്ക് ഷബീർ സിനിമ ചെയ്യുന്നതിൽ താല്പര്യമില്ലെന്ന് തോന്നുന്നു. സിനിമകൾ കണ്ടിട്ടില്ല. ശരിക്കും കണ്ടിട്ടില്ല. Yeah, she still doesn't approve of me being an actor. So okay. Yeah. But how do you handle that? That's her choice. It's not my hand. Okay. That's her. ഇപ്പൊ അമ്മ പറയാണ്, എന്തെങ്കിലും ഒരു ദിവസം അമ്മ പറയാണ്, ഷബീർ ഞാൻ നിന്റെ ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞാൽ ഏത് സിനിമ ഇട്ട് കാണിച്ചു കൊടുക്കും? സ്വർപ്പെട്ട. ആണോ? ഡാൻസിങ് റോസ്. അമ്മ വിൽ ബി സോ പ്രൗഡ് ഓഫ് യു. അത് കാണണം. പക്ഷെ അമ്മ. പിന്നെ എനിക്ക് ഇനി പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് വൺസ് അഗൈൻ ഐ വോണ്ട് ടു താങ്ക് ബോത്ത് ഓഫ് യു ഫോർ ബീയിങ് പാർട്ട് ഓഫ് പേർളി മാണി ഷോ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? എനിക്കൊരു ക്ലാസ് ചളി ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് പറയണ പരിപാടി ഇല്ലേ, അതെനിക്ക് ട്രെയിനിങ് തരുമോ? ഫീസ് തരാം കാര്യമായിട്ട്. അയ്യോ, ആരാണ് ഓഫ് ചെയ്തേ?
ആരാ സോപ്പ് ചെയ്തേ? ഐപാഡിലെ ടോർച്ച് ഇല്ലേ? ആ ചോദ്യം ചോദിക്കണ്ട. ഞാൻ ഇനി ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ വെറുതെ വിടില്ല. Guys, ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. അയ്യോ. ഏതാ പണ്ണാണ് പ്ലാൻ കൂടാതെന്ന് മനസ്സിലായി. അങ്ങനെ ഗൈസ് പേർളെ മാണി ഷോയിൽ ആദ്യമായിട്ട് കറണ്ട് പോയിരിക്കുകയാണ് ഷോയിന്റെ ഇടയിൽ കൂടെ. എന്തുകൊണ്ട് അമ്മാതിരി ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോയത്? പറയൂ, എന്താണ് ചോദിക്കാനുള്ളത് എൻ്റെ അടുത്ത്? വേറെ ഒന്നുമില്ല, എനിക്ക് ഈ ചളി അടിക്കണ ഇതില്ലേ, അതിലെനിക്ക് ട്രെയിനിങ് തരുമോ? എനിക്ക് ട്രെയിനിങ് തരാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലഡ് ഡൊണേഷൻ തരാം. ബിക്കോസ് ഇറ്റ്സ് ഇൻ മൈ ബ്ലഡ് ഡൗൺ. വേണ്ടടാ, എനിക്ക് ട്രെയിനിങ് തന്നാ മതി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അത് എവിടെ വേണമെങ്കിലും പോയി യൂസ് ചെയ്യാം. ആ കോപ്പിറൈറ്റ് ഞാൻ തന്നേക്കുന്നു ഈ ജോക്കിന്റെ. അതായത് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, ഇതെന്റെ ചോരയിലുള്ള ചോര എടുത്തോളൂ. അൺസൈക്കബിൾ. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ അബൌട്ട് മീ റൈറ്റ് നൗ? ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എനിക്കൊന്നും അറിയണമെന്നുണ്ട്. എന്നെ ഫസ്റ്റ് ഇംപ്രഷനും ഇപ്പോഴത്തെ ലാസ്റ്റ് ഇംപ്രഷനും. ഇല്ലല്ല, ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ. അയ്യേ, അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? ഇല്ല, ഹസ്ബൻഡ് വന്ന് പറഞ്ഞിരുന്നു. ഭർത്താവ് ഒന്ന് വാർണിംഗ് തന്നിരുന്നു സൈഡിൽ കൂടെ. എന്താ പറഞ്ഞത്? ഇത് സാധാരണ ഷോ മാതിരി ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തിയേറ്ററിൽ നിന്നാണ്, ഞങ്ങൾക്ക് കുറച്ച് നട്ട് എന്ത് സറപ്പെട്ട പറമ്പറേ. ഞാനിന്ന് വരുന്നുണ്ട് ഡാൻസിങ് റോസ് ആയിട്ട് വീട്ടിലേക്ക് കേട്ടാ ബ്രോ. അത് കൊള്ളാല്ലേ, അത് നല്ലൊരു അതല്ലേ. ആ ഒരു കോവിഡ് ടൈമിലൊക്കെ ഫുൾ ടൈം ഏത് റീൽ എടുത്താലും ഡാൻസിങ് റോസ് ആ റീല്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി ചോദിക്കണം, നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചാണ്. എനിക്ക് നെക്സ്റ്റ് റിലീസ് കൊണ്ടൽ കഴിഞ്ഞിട്ട് ഒരു കന്നഡ ഫിലിം ബൈരത്തീരണകൾ നവംബർ റിലീസ്. I am shooting for A.R. Murugadas sir and Sivakarthikeyan's film and one Telugu film. Then there's maybe Sarpata happening end of the year. I don't know. Looking forward. Yeah. Might or might not. ഇങ്ങനെ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. So I don't know when they're going to start. So looking forward for that. So we are also looking. അതിൽ I don't know, dancing rose ആയിട്ടായിരിക്കും. അറിയില്ല. I don't know. എന്തുവാ? What an exciting future for him. And what about you? ദാവീദ് എന്ന് പറഞ്ഞൊരു മൂവിയുടെ ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 90% കഴിഞ്ഞു ഷൂട്ട്. ഇനി ബോക്സിങ് സിനിമയാണ്. ബോക്സിങ് മാത്രമല്ല, ഫാമിലി പിന്നെ ബോക്സിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി 10% കൂടി ഉണ്ട്. ഇനി ഫുള്ള് ബോക്സിങ്ങിൻ്റെതാണ് ഷൂട്ട് ചെയ്യാനുള്ളത് മൊത്തം. ക്ലൈമാക്സും ഒരു ഫ്ലാഷ് ബാക്കും. നിങ്ങളെപ്പോലത്തെ 2 പേരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫ്യൂച്ചറിൽ ഏത് പ്രോജക്റ്റ് അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആരുടെ കൂടെ ചെയ്യാനാണ്? നിങ്ങളൊരു ഡ്രീം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ. വാട്ട് ഇസ് ദാറ്റ് ഫോർ യു? പെപ്പെ, നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളൊരു ഇതുണ്ട്. അതിപ്പോൾ എത്ര വലിയ റോളാണോ ചെറിയ റോളാണോ, പിന്നെ പല ലാംഗ്വേജിൽ ചെയ്യണം. പുള്ളിക്ക് പല ലാംഗ്വേജിൽ ചെയ്യണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ അതൊന്ന് തമിഴ് ചെയ്യണം, തെലുങ്ക് ചെയ്യണം, കന്നഡ ചെയ്യണം, പിന്നെ ഹിന്ദി ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ലാംഗ്വേജുകളൊന്നും അറിയില്ല എന്നുള്ളത്. പഠിക്കണം. സൗണ്ട് അല്ലേ, he's a good actor, അത് മതിയല്ലോ. അതെ, that's enough. എന്തായാലും അടുത്ത വർഷം കരുനാക്കാണ്. ഞാൻ പറയട്ടെ ഒരു കാര്യം, പെപ്പെ, you will reach all the industries. പെപ്പയ്ക്ക് ഡേറ്റ് കൊടുക്കാൻ കാണത്തില്ല. അപ്പൊ പെപ്പെ നമ്മുടെയൊക്കെ നമ്പർ കൊടുക്കുക. പെപ്പെ സോറി, അതുപോലെ ബിസി ആവും പെപ്പെ. എന്നെ വിളിക്കണം. അപ്പൊ ഞാൻ വിളിക്കുമ്പോ എടുക്കണം. ഓക്കെ? എന്താ ഫോൺ എടുക്കാതെ ഇപ്പൊ എന്നെ കൊണ്ട് ചോദിപ്പിക്കരുത്. ഓക്കെ? എങ്ങനെയുണ്ട്? നമുക്ക് ഒരു പടത്തിൽ ഒരുമിച്ച് ചെയ്യാം. ശരി, നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും. ശരി, അടുത്ത for you, what is like your dream project like? Dream na arilla. I want to do one theatre production every year. Because if you see Hollywood, Hugh Jackman, not 1 year he does one production, then comes back to your fuel is from your theatre. Because theatre lo ningal cheyum 6 മാസം training ഉണ്ടാവും. So much you learn, so much you. Sarpata happened because of the Dancing Rose happened because of a theatre production I did just 6 months prior to that. Yes. So very selfishly എനിക്ക് every year ഒരു theatre production ചെയ്ത് കിട്ടിയാൽ ഭയങ്കര ആഗ്രഹമുണ്ട്. തിയേറ്റർ ചെയ്യുമ്പോൾ you have to by heart everything, അല്ലേ? അപ്പോൾ അതുപോലെ by heart ചെയ്ത് one of your favorite dialogues, would you like to just say it? The theatre group I work for is Little Theatre. They cater to kids. Kids. Okay. And it's very difficult to keep the kids' attention. Yeah. If you are fake, you will miss it. Correct.
So that I love. So അതിലൊരു പ്ലേ ചെയ്തിട്ടുണ്ട്. റെഞ്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഹീസ് എ 9-year-old big ദാടിയെല്ലാം വെച്ച് 9-year-old guy. So there was this girl who enters in our play and he says Tata Vera, that's Tata character also. So we'll give Tata how to hide. അന്നേരം എല്ലാവരും ഓരോ ഐഡിയ പറയും. ഞാൻ പോയിട്ട് പറയും Tata, just close your eyes, Tata. Tata, I can't see you, Tata. അങ്ങനത്തെ that is my favorite thing and it's always work with the kids. Okay. So അങ്ങനത്തെ that dialogue is. What about you? Theatre ചെയ്യാൻ താല്പര്യമുണ്ടോ? He wants to start a theatre group. Take him, no. WhatsApp group. ഞാൻ ഓൾറെഡി അത് നാട്ടിൽ ഇങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഡയറക്ഷൻ താല്പര്യമുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി നാടക സമിതി എന്നും പറഞ്ഞിട്ട് എൻ്റെ പിന്നെ ഈ ഷൂട്ടിൻ്റെയും ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ബാക്കി പരിപാടികൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ പോകും. Anyway, explore all the possibilities because ഈ acting എന്ന് പറയുന്നത് is just reacting. What did Sanskonsky say about acting? അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ടിങ് അകത്തുനിന്ന് വരും. നിങ്ങൾ രണ്ടുപേരും അടിപൊളി ആക്ടേഴ്സ് ആണ്. I just want to say thank you for coming on the show. And ഞങ്ങളുടെ ഒരു ചെറിയ token of love and appreciation. നിങ്ങൾ റാപ്പിഡ് ഫയറിൽ ഏറ്റവും നന്നായിട്ട് ചെയ്ത ആരാന്നറിയോ? പുള്ളി ഉറപ്പായിട്ടും പുള്ളി ആരാ? പുള്ളിയായത് നിങ്ങൾ രണ്ടുപേരും ചെയ്തു. അരെ വാ. ബിക്കോസ് ഞങ്ങൾക്ക് 2 ഹാമ്പേഴ്സ്. സോ അങ്ങനെ നമ്മുടെ പരിമാണി ഷോയിൽ ആദ്യമായിട്ട് പറഞ്ഞ 2 പേർക്കും ഞങ്ങളുടെ വക ഒരു ബ്യൂട്ടിഫുൾ ഹാമ്പർ ആണ്. Thank you so much and once again just want to say all the best for Kondal. നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാം. സെപ്റ്റംബർ 13 നമ്മുടെ സിനിമ ഇറങ്ങാണ് കൊണ്ടൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. തമിഴിലേ சொல்லுங்க. സെപ്റ്റംബർ 13 கொண்டல் ரிலீஸ் ஆகுது தியேட்டரில் and it's by Weekend Blockbusters. உங்கள் ஃபேவரட் பெப்பே இருக்கார் இதில் and lot of others. ஃபேவரட் டான்சிங் ரோஸ் இருக்கே டான்சிங் ரோஸ் வந்து பாருங்கள். படம் நான் கஷ்டப்பட்டு எடுத்திருக்கோம். எல்லாரும் மாதிரியும் ஆனஸ்டான ஒரு எஃபர்ட் போட்டிருக்கோம். பிடிச்சிருந்தா ப்ளீஸ் ஸ்ப்ரெட் தி வேர்ட். சூப்பர் சூப்பர். அந்த அந்த സൗണ്ടിലേ ഒരു ഗാനം ആലപിച്ചിങ്ങலாம். എന്തൊക്കെ പറയണേ ഞാൻ. அந்த அதே இவங்க நல்லா பாட்டு பாடுவாங்க. ஏய் உங்களுக்கு தியேட்டர் தெரியும், டான்ஸ் தெரியும். பாட்டு மட்டும் தெரியும். கரெக்ட்டா கேளுங்க. பாட்டு படிக்கலாம்னு சொல்லி 2020ல ஆரம்பிச்சேன். கரெக்ட்டா கோவிட் வந்துருச்சு. ഉന്നാന കായമെன்றுം അതല്ല ഒരു പാട്ട് പറ. ഞാനത് നേരിട്ടില്ലതാ മാറ്റം. അതെന്തോ മാറ്റം വന്നല്ലോ. അങ്ങനെയുണ്ട്. ബ്ലഡ് വേണ്ട ഒന്നും വേണ്ട. ആഗ്രഹിച്ചല്ലേ ഇച്ചിരി ഒരു ഇവന് ഭയങ്കര റെസ്പെക്ട് ശ്രീനിനെ. ശ്രീനി എന്താ ശ്രീനി ഇങ്ങനെ? ഹീസ് എൻജോയിങ് ലൈഫ്. രാജരാജ സോഴൻ நான் എനയാലും കാതൽ ദേശം നീதான் பூவே காதல் தீவே மண் மீது சொர்க்கம் வந்து பெண்ணாக ஆனது உல்லாச பூமி இங்கு உண்டானதே ராஜராஜ சோழன் நான் எனையாலும் காதல் தேசம் நீதான் பூவே காதல் தீவே. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearle Maaney show. Oh oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearle Maaney show.